തൃശൂർ CPI-യിൽ പൊട്ടിത്തെറി. കളവ് ചെയ്ത് തന്റെ PA-യെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന് നാട്ടിക MLA CC മുകുന്ദൻ ആരോപിച്ചു. മുൻ PA മസൂദ് കള്ള ഒപ്പിട്ട് സർക്കാരിൽ നിന്ന് പണം തട്ടിയെന്നും പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്നും MLA പറയുന്നു. ജില്ലാ സമ്മേളനത്തിൽ തന്നെ ലക്ഷ്യമിട്ട് വ്യക്തിപരമായ ചർച്ചകൾ നടന്നുവെന്നും CC മുകുന്ദൻ വ്യക്തമാക്കി. നിയമസഭയുടെ ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ സഭയിൽ കയറുമ്പോൾ എന്നെ സഹായിക്കേണ്ടത് PA ആണ്. ആ PA നമ്മളെ സഹായിക്കാതെ തന്നെ വന്നു എന്ന ഒരു രേഖയുണ്ടാക്കി എൻ്റെ ഒപ്പിട്ട് സഭയിൽ കൊടുത്ത് അനുകൂലങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പരിഹാരം കാണണ്ടേ? ആ പരിഹാരം കാണാനുള്ള ഒരു ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നില്ല. വേറെ ഇതിൽ പണ്ടൊക്കെ കാരണന്മാർ പറഞ്ഞ പോലെ ഓട് പൊളിച്ചിറങ്ങിയതല്ല, സംഘടനാ വർക്ക് നിരന്തരമായി നടത്തി വന്നിട്ടുള്ള ആളാണ്. എൻ്റെ പാർട്ടിയുടെ കൂടെ നിൽക്കും. വേറെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു സ്ഥലത്തും പോകാനോ ഇടപെടാനോ ഉദ്ദേശിക്കുന്നില്ല. വിശദവിവരങ്ങളുമായി MS ലിഷോയ് നമുക്കൊപ്പം ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. വളരെ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ പണം തട്ടി എന്ന് പറയുന്ന മുൻ PA-യെ പാർട്ടി സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് CC മുകുന്ദനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം പാർട്ടി നടത്തുന്നു എന്നാണോ അദ്ദേഹം ആരോപിക്കുന്നത്? അതായത് തനിക്ക് തൻ്റെ കള്ളവൊപ്പ് ഇട്ട് പണം സർക്കാരിൽ നിന്ന് തട്ടിയ ആ PA-യെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്ന ആരോപണം. പിന്നീട് വലിയ തോതിൽ അത് ചർച്ചയായ സമയത്ത് മ്യൂസിയം പോലീസ് ഈ PA-ക്കെതിരെ കേസെടുക്കുകയും കേസ് അന്വേഷണം നടക്കുകയുമാണ്. ആ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പാർട്ടിയുടെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് CC മുകുന്ദൻ പറയുന്നത്. ഈ ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ അവസാനിച്ച CPI ജില്ലാ സമ്മേളനത്തിൽ CC മുകുന്ദനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഈ പുറത്താക്കിയ നടപടി അദ്ദേഹം അംഗീകരിക്കുന്നു. പക്ഷേ താൻ പാർട്ടിയിൽ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അത് ചർച്ചയായില്ല. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും വ്യക്തിപരമായി വേട്ടയാടുന്നതിനും വേണ്ടി പല ചർച്ചകളും ഈ ജില്ലാ സമ്മേളനത്തിൽ തന്നെ നടന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരും BJP-കാരും എല്ലാവരും തന്നെ സമീപിച്ചു, പക്ഷേ താൻ പാർട്ടിയോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കും, CPI-കാരനായി തന്നെ തുടരും, അതേസമയം തൻ്റെ ഈ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴത്തെ പ്രഥമ പരിഗണന, അതായത് പാർട്ടിയുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതല്ല, തൻ്റെ വീട് ജപ്തി ചെയ്യുന്ന വക്കിലാണ് നിൽക്കുന്നത്. ആ വീട് ജപ്തി ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അത് എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യം ആലോചിക്കുന്നു. അതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും പൂർണ്ണ പിന്തുണ തനിക്ക് പലപ്പോഴും ലഭിച്ചില്ല എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു.